Good morning to all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ട്രപ്പീസിയവും ഐസോസെലസ് ട്രപ്പീസിയം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. വ്യത്യസ്ത മെഷർമെന്റ്സുകൾ തന്നു കഴിഞ്ഞാൽ അല്ല ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത അനുസരിച്ച് 3-4 രീതിയിൽ ട്രപ്പീസിയം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. നെക്സ്റ്റ് അതിന്റെ എക്സസൈസിലോട്ട് പോവാം. നോക്കുക, ഫസ്റ്റ് ഫിഗർ നോക്കുക. ഈ ഫിഗർ നോക്കി, ഈ ഫിഗറിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം? ഇവിടെ ഒരുപോലെയുള്ള 3 ഐസോസെലസ് ട്രപ്പീസിയംസ് ചേരുന്നതാണ് ഈ ഫിഗർ. ആ പുറമേ ഉള്ള നോക്കുക, ഫിഗർ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഓക്കെ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. അതായത് ഔട്ട് സൈഡിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഇൻസൈഡ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഉണ്ട്. ഇനി ഈ ഓരോ സൈഡിന്റെയും ലെങ്തും നമുക്കറിയാം. അതായത് 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിളും 2 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഔട്ട് സൈഡ് ആൻഡ് ഇൻസൈഡ് നമുക്ക് കാണാം. ദെൻ ഇതെല്ലാം ഈ 3ഉം ട്രപ്പീസിയവും ഐസോസെലസ് ട്രപ്പീസിയവുമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ ഒരു ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ഓരോ ആംഗിൾ എത്ര ഡിഗ്രി വീതമായിരിക്കും? 30 ഡിഗ്രി വീതമായിരിക്കും. ഓക്കെ, അതായത് ഓരോ ട്രപ്പീസിയത്തിന്റെയും പാരലൽ സൈഡ്സിന്റെ ലെങ്ത് 5ഉം 2ഉം താഴത്തെ പാരലൽ സൈഡിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾ 30 ഡിഗ്രിയും മുകളിലുള്ള സൈഡിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾ 150 ഡിഗ്രിയും വീതമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ട്രപ്പീസിയത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. അതായത് ട്രപ്പീസിയത്തിന്റെ പാരലൽ സൈഡ്സിന്റെ ലെങ്ത് 5ഉം 2ഉം താഴത്തെ 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സൈഡിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾ 30 ഡിഗ്രി വീതവും ആണ്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള 3 ട്രപ്പീസിയംസ് വരച്ചേർത്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ഫിഗർ വരയ്ക്കാനായിട്ട് ഈ ഫസ്റ്റ് താഴെയുള്ള ട്രപ്പീസിയം വരയ്ക്കാൻ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. ദെൻ നമുക്കറിയാം എന്ത് ചെയ്യാം? ഇതിനെ ഒരു ഐസോസെലസ് ട്രയാങ്കിളും ഒരു പാരലോഗലും ആക്കി ആദ്യമേ കൺവേർട്ട് ചെയ്യാം. അതിനുശേഷം ഇത് വരച്ചു ചേർക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് ഇതിനെ ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാൻ എന്ത് ചെയ്യാം? ഇവിടെ 30 ഡിഗ്രി ഇതാണല്ലോ വരുന്നത്. പാരലോഗലും ട്രയാങ്കിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് 30 ഡിഗ്രി, ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കും. അല്ലെങ്കിൽ ഇത് രണ്ട് പാരലാണെങ്കിൽ ഒരേ സൈഡ് വരുന്നത് എന്താ? നമ്മളെ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയല്ലേ, അതെന്താണ്? 30 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്തു? 5 സെന്റിമീറ്റർ ലെങ്ത് ലൈൻ വരച്ചു. അതിനെ 3ഉം 2ഉം ആയിട്ട് കട്ട് ചെയ്തു. ദെൻ ഈ 3 എന്ന് പറയുന്ന ഈ എൻഡ് പോയിന്റിൽ 30 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ദെൻ ഈ റൈറ്റ് എൻഡ് പോയിന്റിലും 30 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ വരച്ചു. ദെൻ ഈ പോയിന്റിൽ എന്ത് ചെയ്യുക? ഐസോസെലസ് ട്രയാങ്കിൾ വരാൻ വേണ്ടി 30 ഡിഗ്രി ആംഗിൾ ലൈൻ വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ പോയിന്റിൽ നിന്ന് ഇതുവഴി ഒരു എന്ത് വരച്ചു ചേർക്കാം? ഈ ലൈനിന്റെ പാരലായിട്ട് ഈ പോയിന്റിലൂടെ ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇത് എന്ത് വരും? ഓട്ടോമാറ്റിക്കലി 2 സെന്റിമീറ്റർ വരും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഇനി ബാക്കി ഭാഗങ്ങളെല്ലാം മായ്ച്ചു കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? താഴെയുള്ള ആ ട്രപ്പീസിയം കിട്ടി. ഇനി ശ്രദ്ധിക്കുക, ഇവിടെയും ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 2 സെന്റിമീറ്റർ സൈഡുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു ചേർക്കുക. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? ഈ അകത്ത് വരുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് 30 ഡിഗ്രി ആംഗിളിൽ 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കുക. ഡിഗ്രി ആംഗിളിൽ 5 സെന്റിമീറ്റർ ലൈൻ വരച്ചു. അതുപോലെ തന്നെ ഇത് തമ്മിൽ ജോയിൻ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഈ എൻഡ് പോയിന്റുകൾ തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഇപ്പൊ എന്ത് കിട്ടും? നമുക്ക് ഈ ശകലം വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും മെഷർമെന്റ്സ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് വരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തപ്പോൾ ഈ ഫിഗറായി. ഫസ്റ്റ് നമ്മൾ 5 സെന്റിമീറ്റർ ലെങ്ത് ലൈൻ വരച്ചു. അതിനെ 3ഉം 2ഉം ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഡോട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്തു. ഫസ്റ്റ് ലെഫ്റ്റ് എൻഡിൽ 30 ഡിഗ്രി ആംഗിൾ ലൈൻ വരച്ചു. ഈ ഡോട്ടിന്റെ അടുത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് 30 ഡിഗ്രി ആംഗിൾ ലൈൻ വരച്ചു. ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടി. റൈറ്റ് സൈഡിലും 30 ഡിഗ്രി ആംഗിൾ ലൈൻ വരച്ചു. ഈ പോയിന്റിലൂടെ ആ ലൈനിനെ കട്ട് ചെയ്യുന്ന ഈ ലൈനിന്റെ പാരലായിട്ട് ലൈൻ വരച്ചു. അപ്പൊ ഫസ്റ്റ് താഴെയുള്ള ട്രപ്പീസിയം കിട്ടി. ദെൻ ഈ സൈഡ് 2 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ 2 സെന്റിമീറ്റർ ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ദെൻ ഇനി ഇവിടെ എടുക്കുക. ഇവിടെ നിന്ന് ഈ ലൈനിന് 30 ഡിഗ്രി ആംഗിൾ 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരച്ചു. ദെൻ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ടോപ്പുമായിട്ട് ജോയിൻ ചെയ്തു. ദെൻ ഈ എൻഡ് പോയിന്റ് തമ്മിൽ
ജോയിൻ ചെയ്തു. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫിഗർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ 6 ഈക്വൽ ട്രപ്പീസിയൻസ്. നോക്കി ഈ ഫിഗർ നോക്കുക, ഒരുപോലെയുള്ള 6 ട്രപ്പീസിയൻസ് ചേർന്ന് വരുന്ന ഫിഗറാണ്. ഓക്കെ, നോക്കുക. അപ്പോൾ ഓരോ ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്താ? ഈ ഓരോ ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെയും പാരലൽ സൈഡ്സിന്റെ ലെങ്ത് 3 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും ആണ്. ഓക്കെ, പിന്നെ ശ്രദ്ധിച്ചോ, ഈ ഫിഗർ കാണുമ്പോൾ നേരത്തെ പഠിച്ച ഏതെങ്കിലും ഫിഗറുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമ്മൾ അതിന്റെ ഔട്ട് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തായിരുന്നു? ഒരു ഹെക്സഗൺ ആണ്. ഇവിടെ അത് തന്നെയല്ലേ കിട്ടണേ? ഇൻസൈഡ് ഒരു 1 സെന്റിമീറ്റർ സൈഡിൽ ഒരു ഹെക്സഗൺ ഉണ്ട്, ഔട്ട് സൈഡിൽ 3 സെന്റിമീറ്റർ സൈഡിലുള്ള ഒരു ഹെക്സഗൺ ഉണ്ട്. എല്ലാം ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. നോക്കുക, എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന ഔട്ട്ലൈൻ ഫിഗർ മാത്രം എടുത്താൽ അത് ഹെക്സഗൺ ആയിട്ടല്ലേ നമുക്ക് തോന്നിയത്. നമ്മളിന്റെ ഈ ഫിഗർ വരയ്ക്കാനായിട്ട് നമ്മൾ 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളും 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സെയിം സെന്റർ ഉള്ള 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളും വരയ്ക്കുന്നു. ഓക്കെ, ഫസ്റ്റ് 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വരയ്ക്കാം. അടുത്തത് ഇതിന് പുറമെ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. കോമ്പോസ് യൂസ് ചെയ്ത് വരയ്ക്കുക, അപ്പൊ നന്നായിട്ട് കിട്ടും. ദെൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കാണ് നമ്മൾ ഇഷ്ടമുള്ള റേഡിയസ് വരയ്ക്കും. നമ്മൾ ഇവിടെ ഡോട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റേഡിയസ് വരച്ചു. ഫസ്റ്റ് ഒരു റേഡിയസ് വരച്ചു. ദെൻ ഈ റേഡിയസുമായിട്ട് 60 ഡിഗ്രി ആംഗിൾ അടുത്ത റേഡിയസ് വരച്ചു. ഇനി ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തില്ല, ഇവിടെ വരെ ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്ത റേഡിയസ് 60 ഡിഗ്രി ആംഗിൾ അല്ലെങ്കിൽ അടുത്ത റേഡിയസ് വരച്ചു. ഓക്കെ, ഇങ്ങനെ 6 റേഡിയസ് വെച്ചു. ഇത്രയും മതി. ഇനി എന്ത് ചെയ്തു? ഈ അടുത്തടുത്തുള്ള ഈ റേഡിയസിന്റെ ഈ എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. നോക്കി, ഇപ്പം നമുക്ക് അകത്തൊരു ഹെക്സാഗൺ കിട്ടി. ദെൻ ഈ ഔട്ട് സൈഡിലുള്ള ഇതും തമ്മിൽ ജോയിൻ ചെയ്തു. ഇവിടെ എന്ത് കിട്ടി? നമുക്കൊരു ഹെക്സാഗൺ കിട്ടി. നോക്കാം, ഇനി ഓരോ ഹെക്സാഗണിന്റെ പ്രത്യേകത എന്തായിരിക്കും? എല്ലാ ഹെക്സഗണിന്റെയും ഒരു സൈഡിന്റെ ലെങ്ത്, അകത്തെ ലെങ്ത് 3 സെന്റിമീറ്ററും ഈ ലെങ്ത് 1 സെന്റിമീറ്റർ ആയിരിക്കും. ഒരു ഇങ്ങനെയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ സർക്കിളിന്റെ പോർഷൻസ് മായ്ച്ചു കളയുക. സർക്കിളിന്റെ പോർഷൻസ് മായ്ച്ചു കഴിയുമ്പോൾ നമുക്ക് പാരലൽ സൈഡ്സ് 3ഉം 1ഉം ഉള്ള 6 ഐസോസെലസ് ട്രപ്പീസും ജോയിൻ ചെയ്ത് കിട്ടുന്ന ഫിഗർ നമുക്ക് കിട്ടും. ഓക്കെ, അതിനായിട്ട് എന്ത് ചെയ്താൽ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് സെയിം സെന്റർ ഉള്ള 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ളതും 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. ദെൻ അതിനെ 6 സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് ചെയ്യുന്നത് എന്താണ്? 60 ഒരു ഇഷ്ടമുള്ള റേഡിയസ് വരച്ചു. ദെൻ 60 ഡിഗ്രി ആംഗിൾ റേഡിയസ് വരച്ചു പോയി. ഫസ്റ്റ് എന്ത് ചെയ്തു? 60 ഡിഗ്രി ആംഗിൾ റേഡിയസ് വരച്ചു. ആ റേഡിയസ് ആയിട്ട് 60 ഡിഗ്രി ആംഗിൾ അടുത്ത റേഡിയസ് വരച്ചു. again അടുത്ത റേഡിയസ് വരച്ചു. ഇങ്ങനെ 60 ഡിഗ്രി ആംഗിളിൽ എത്ര റേഡിയസ് വരച്ചു? 6 റേഡിയസ് വരച്ചു. ദെൻ ആ റേഡിയസ് ഞാൻ ഇവിടെ അകത്തോട്ട് ജോയിൻ ചെയ്തില്ല, ഈ സർക്കിളിൽ നിന്ന് ഈ പുറമെയുള്ള സർക്കിളിലോട്ട് വല്ല ഞാൻ വരച്ചിട്ടുള്ളൂ. ദെൻ ഈ പോയിന്റുകൾ തമ്മിൽ അടുത്തടുത്തുള്ള പോയിന്റുകൾ തമ്മിൽ സ്ട്രേറ്റ് ലൈൻ വരച്ച് മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 ഐസോസെലസ് ട്രപ്പീസും ജോയിൻ ചെയ്ത് കിട്ടുന്ന ടെക്സ്റ്റ് ബുക്കിലെ അതേ ഫിഗർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ 4 ഈക്വൽ ഐസോസെലസ് ട്രപ്പീസും. ഒരുപോലെയുള്ള 4 ഐസോസെലസ് ട്രപ്പീസും ചെയ്യുന്ന ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഇവിടെയും ഇതുപോലെ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഇവിടെ നോക്കുക, അവിടെ ആ ഫിഗർ നോക്കിക്കേ. ഓരോ ട്രപ്പീസത്തിന്റെയും ഒരു സൈഡിന്റെ ലെങ്ത് നമുക്കറിയാം. എന്താണ്? അതായത് ആ ട്രപ്പീസത്തിന്റെ വലിയ പാരലൽ സൈഡിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ ആണെന്നും ഓരോ പാരലൽ സൈഡ് നോൺ പാരലൽ സൈഡിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. കാരണം നോക്കുക, ഫിഗർ ഇങ്ങനെയാണ്. ഏകദേശം ട്രപ്പീസ് ഇങ്ങനെയാണ് ഫിഗർ ഇരിക്കുന്നത്. ഓരോ സൈഡിന്റെയും ഇവിടെ ടോട്ടൽ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്, മുകളിലത്തെ ലെങ്ത് 4 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെയാണ് ഏകദേശം ട്രപ്പീസ് ഇരിക്കുന്നത്. നിങ്ങൾ വരയ്ക്കാനായിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാം. നോക്കുക, ഇത് ടോട്ടൽ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്. ഇവിടെ ടോട്ടൽ എത്ര വരും? ഈ ലെങ്ത് 4 ആയതുകൊണ്ട് ഇവിടെ ഇവിടെ വരെയും 4 ആയിരിക്കും. ബാക്കിയുള്ള എന്താണ്? 2 സെന്റിമീറ്റർ. അതായത് തന്നിരിക്കുന്ന ട്രപ്പീസത്തിന്റെ പാരലൽ സൈഡിന്റെ ഒരു സൈഡിലെ ലെങ്ത് 4, നോൺ പാരലൽ സൈഡ്സിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ വീതമാണ്.
ഓക്കെ, ഈ ഫിഗർ വരയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ സെമി സർക്കിൾ വരയ്ക്കുന്നു. അതേ സെന്റർ വെച്ചുകൊണ്ട് 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സെമി സർക്കിൾ വരയ്ക്കുന്നു. ഫസ്റ്റ് 4 സെയിം സെന്റർ ആക്കിക്കൊണ്ട് 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സെമി സർക്കിൾ വരച്ചു. ഓക്കെ, ദെൻ ഇതേ സെന്ററിൽ തന്നെ 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സെമി സർക്കിൾ വരച്ചു. ഓക്കെ, ഇതിന്റെ എന്ത് ചെയ്തു? 60 ഡിഗ്രി ആംഗിളിൽ നമ്മൾ കഴിഞ്ഞ റോൾ ചെയ്ത പോലെ തന്നെ റേഡിയസ് വരച്ചു. ദെൻ അടുത്തടുത്തുള്ള ഈ എൻഡ് പോയിന്റ് റേഡിയസിന്റെ എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടെക്സ്റ്റ് ബുക്കിൽ അതേ ഫീൽ കിട്ടും. ടോട്ടൽ 8 സെന്റിമീറ്റർ വരും, ഇങ്ങോട്ട് ഇവിടെ വരെ 8 വരും, ഇതിന്റെ ലെങ്ത് 4 വരും. ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും 2 ആവും, ഇതും 4 ആവും. അങ്ങനെയാണ് അതായത് ഫസ്റ്റ് സെയിം സെന്റർ ഉള്ള 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ളതും 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ളതും സെമി സർക്കിൾ വരച്ചു. ദെൻ 60 ഡിഗ്രി ആംഗിൾ അതിനെ കട്ട് ചെയ്തു. 60 ഡിഗ്രി ആംഗിൾ ഓരോ റേഡിയസ് വരച്ചു. ദെൻ ആ അടുത്തടുത്തുള്ള റേഡിയസിന്റെ എൻഡ് പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്ത് ട്രപ്പീസിയം വരച്ചു. അപ്പൊ എന്തിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് പാരലൽ സൈഡിന്റെ ലെങ്ത് 4, നോൺ പാരലൽ സൈഡ്സിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ വീതവുമുള്ള 3 ഐസോസെലസ് ട്രപ്പീസിയം ജോയിൻ ചെയ്യുന്ന ഫിഗർ കിട്ടും. നെക്സ്റ്റ് നോക്കുക, 4 ഈക്വൽ ട്രപ്പീസിയംസ് ഓഫ് അനദർ കെൻ. ഒരുപോലെയുള്ള 4 ട്രപ്പീസിയം ജോയിൻ ചെയ്ത് കിട്ടുന്ന ഫിഗർ ആണ് അടുത്തത് നിൽക്കുന്നത്. മറ്റൊരു ഫിഗർ ആണ് ഒരുപോലെയുള്ള 4 ട്രപ്പീസിയം. അതിലെ ബേസിന്റെ ലെങ്ത് നെക്സ്റ്റ് ഫിഗർ നോക്കി ഇതുപോലെ ഒരുപോലെയുള്ള 4 ട്രപ്പീസിയംസ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ഫിഗർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം താഴത്തെ സൈഡിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്. അതായത് 2 പാരലൽ സൈഡ്സിന്റെ ലെങ്ത്, താഴെയുള്ള പാരലൽ സൈഡ്സിന്റെ ലെങ്ത് ഓരോന്ന് എത്ര വീതം വരും? 4 സെന്റിമീറ്റർ വരും. അങ്ങനെയെങ്കിൽ ഈ സൈഡിന്റെ ലെങ്ത് എന്ത് തന്നെ വരും? 4 സെന്റിമീറ്റർ വരും. ദെൻ അടുത്ത് നോക്കുക, ഇവിടെയുള്ള ഇതും ഒരു പാരലൽ സൈഡ് ആണ്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്താണ്? 4 സെന്റിമീറ്റർ ആണ്. അപ്പം നോൺ പാരലൽ സൈഡിന്റെ ലെങ്ത് എത്ര വീതം വരും? 2 സെന്റിമീറ്റർ വീതം വരും. ഓക്കെ, അതായത് പാരലൽ സൈഡ്സിന്റെ ലെങ്ത് 4 ഉം 2 ഉം പാരലൽ സൈഡ്സിന്റെ ലെങ്ത് 4 ഉം 2 ഉം വരും. കാരണം എന്താണ്? മുകളിൽ തന്നിരിക്കുന്ന ട്രപ്പീസിയത്തിൻ്റെ ലോങ്ങസ്റ്റ് പാരലൽ സൈഡ്, അത് പാരലൽ സൈഡാണല്ലോ, ആ പാരലൽ സൈഡിൻ്റെ ലെങ്ത് 4 ആയിട്ട് വരുമല്ലോ. ആ പാരലൽ സൈഡ് തന്നെയാണ് താഴെ തന്നിരിക്കുന്ന 2 ട്രപ്പീസിയത്തിൻ്റെയും ഷോർട്ടസ്റ്റ് പാരലൽ സൈഡായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ 2 ഷോർട്ടസ്റ്റ് പാരലൽ സൈഡ്സും 2 സെൻറ്റിമീറ്ററും വരുന്നത്. ഓക്കെ, ദെൻ റൈറ്റ് സൈഡിലുള്ള ആ വെർട്ടിക്കലായിട്ടുള്ള ട്രപ്പീസിയത്തിൻ്റെയും നോൺ പാരലൽ സൈഡ് എത്രയാണ്? 4 ഉം 2 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രപ്പീസിയം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് 8 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരയ്ക്കുക. അതിനെ കൃത്യം 2 ആക്കുക. 4 സെന്റിമീറ്റർ ലൈൻ വരച്ച് 2 ആക്കുക. ദെൻ റൈറ്റ് സൈഡിൽ 90 ഡിഗ്രി ആംഗിളിൽ 4 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരയ്ക്കുക. 4 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. ഇനി ചെയ്യേണ്ടത് ഇതിന്റെ മിഡ് പോയിന്റിൽ കൃത്യം 2 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. ദെൻ റൈറ്റ് എൻഡിലോട്ടും ഈ ഇവിടെ നിന്ന് റൈറ്റിലോട്ടും 90 ഡിഗ്രി ആംഗിളിൽ 2 സെന്റിമീറ്റർ വരച്ചു. ലെഫ്റ്റ് സൈഡിലോട്ടും 2 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരച്ചു. ദെൻ എന്ത് ചെയ്തു? ഈ കോർണർ തമ്മിൽ ജോയിൻ ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ നിന്നും 90 ഡിഗ്രി ആംഗിളിൽ 2 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. ദെൻ എന്ത് ചെയ്തു? ഈ എൻഡ് ടോപ്പ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ഓക്കെ, ദെൻ ഈ എൻഡിൽ നിന്ന് 90 ഡിഗ്രി ആംഗിളിൽ 2 സെന്റിമീറ്റർ എന്ന ലൈൻ വരച്ചു. ഇത് തമ്മിൽ ജോയിൻ ചെയ്തു. ഇവിടെ പറയാം, ഫസ്റ്റ് 8 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. ദെൻ അതിന്റെ മിഡ് പോയിന്റിൽ മാർക്ക് ചെയ്തു. അവിടെ 2 സെന്റിമീറ്റർ എന്നുള്ള ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ദെൻ ആ വരച്ച പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് സൈഡിലോട്ട് 2 സെന്റിമീറ്റർ എന്നുള്ള പെർപെൻഡിക്കുലർ വരച്ചു. ലെഫ്റ്റ് എൻഡിലോട്ട് 2 സെന്റിമീറ്റർ വരച്ചു. ദെൻ അടുത്ത് ചെയ്തത് ഈ റൈറ്റ് എൻഡ് പോയിന്റിൽ 4 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ ഇവിടെ ഒരു കോർണർ കിട്ടി. ദെൻ ഈ എൻഡ് പോയിന്റിൽ നിന്ന് ഈ കോർണറിലോട്ട് ലൈൻ വരച്ചു. ഈ എൻഡ് പോയിന്റിൽ നിന്ന് ഈ കോർണറിലോട്ട് ലൈൻ വരച്ചു. ദെൻ ചെയ്യാൻ പോകുന്നത് ഈ ലെഫ്റ്റ് എൻഡ് പോയിന്റിൽ 90 ഡിഗ്രി ആംഗിൾ 2 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. ദെൻ ഈ ടോപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ദെൻ ഇത് 2 സെന്റിമീറ്റർ ലെഫ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ ഇത് തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതേ നോക്കുക. ഇവിടെ 2 ഒക്കെ കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഓരോ ട്രപ്പീസിയത്തിന്റെയും ലോങ്സ്റ്റ് പാരലൽ സൈഡിന്റെ ലോങ്സ്റ്റ് ലെങ്ത് 4 ആണ്. ഇതും 4 ആണ്. ദെൻ ഇത് ശ്രദ്ധിക്കുക, ഇവിടെയുള്ള ഇതാണ് ഇതിന്റെ ലോങ്സ്റ്റ് ലെങ്ത്. ഇതിനെ കൃത്യം 2 ആക്കിയിരിക്കുകയാണ്.
കാരണം ഈ രണ്ട് സൈഡ് ഒരുപോലെയാണ്. അത് കൃത്യം രണ്ടാക്കുമ്പോഴും ഈ ഒരു ട്രപ്പീസത്തിന്റെ ലോങ്സ്റ്റ് സൈഡ് രണ്ടിനോട് ഈക്വൽ ആണ്. അപ്പൊ ഇത് ഓരോന്ന് എത്ര വീതം വരും? 2 സെന്റിമീറ്റർ വീതം വരും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ട്രപ്പീസത്തിന്റെ പാരലൽ സൈഡിന്റെ ഒരു സൈഡാണ്. രണ്ടാമത്തെ പാരലൽ സൈഡ് അതിന്റെ ലെങ്ത് എത്രയാണ്? 2 ആണ്. അത് തന്നെയല്ലേ ഈ ട്രപ്പീസത്തിന്റെ ഇവിടെ വരുന്നത്? ഈ പാരലൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു സൈഡാണ്. അപ്പൊ അതിന്റെ ലെങ്ത് എത്ര വരും? 2 വീതം വരും. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക് ഇതും 2 വരും. ഈ സൈഡ് നമ്മൾ ഓട്ടോമാറ്റിക്കലി വരച്ച് കിടക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ നോക്കുക. ഇതേ 4 ട്രപ്പീസിനെ വേറെ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അത് വരയ്ക്കാനായിട്ട് ഫസ്റ്റ് 4 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരച്ചു. അതിന്റെ മിഡ് പോയിന്റ് കണ്ടെത്തി. അവിടെയും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് 4 സെന്റിമീറ്റർ ലൈൻ വരച്ചു. അതായത് 2 സെന്റിമീറ്റർ ലെഫ്റ്റ് സൈഡിലോട്ട് 2 സെന്റിമീറ്റർ റൈറ്റ് സൈഡിലോട്ട് വെച്ചൊരു ഫിഗർ വരച്ചു. ദെൻ ഒന്ന് ശ്രദ്ധിക്കുക, ഈ റൈറ്റ് എൻഡ് പോയിന്റ് 4 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരച്ചു. ദെൻ ഇവിടെ 2 സെന്റിമീറ്റർ ആണ് വരുന്നത്. ആ പോയിന്റിലോട്ട് ജോയിൻ ചെയ്തു. ദെൻ ഈ വരുന്ന ലൈനുമായിട്ട് 90 ഡിഗ്രി ആംഗിളിൽ താഴത്തോട്ട് 4 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. ദെൻ ഈ എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ദെൻ ഈ എൻഡ് പോയിന്റിൽ 90 ഡിഗ്രി ആംഗിളിൽ ലെഫ്റ്റ് സൈഡിലോട്ട് 4 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. ഈ എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ദെൻ ഈ ടോപ്പിലോട്ട് 4 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. 90 ഡിഗ്രി ആംഗിളിൽ 4 സെന്റിമീറ്റർ ലെങ്തുള്ള പെർപെൻഡിക്കുലർ വരച്ചു. എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. നോക്കുക, ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 4 സെന്റിമീറ്റർ ലെങ്തുള്ള ലൈൻ വരച്ചു. മ്യൂച്വലി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിട്ടുള്ള 4 സെന്റിമീറ്റർ ലെങ്തുള്ള ലൈൻ വരച്ചു. പിന്നെ റൈറ്റ് സൈഡിലോട്ട് 4 സെന്റിമീറ്റർ ലെങ്തുള്ള പെർപെൻഡിക്കുലർ വരച്ചു. ഏത് എൻഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്തു. ഇവിടെ നിന്ന് താഴത്തോട്ട് 4 സെന്റിമീറ്റർ ലെങ്തുള്ള പെർപെൻഡിക്കുലർ വരച്ചു. എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ലെഫ്റ്റിലോട്ടും 4 സെന്റിമീറ്റർ ലെങ്തുള്ള പെർപെൻഡിക്കുലർ വരച്ചു. എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ടോപ്പിലോട്ടും 4 സെന്റിമീറ്റർ ലെങ്തുള്ള പെർപെൻഡിക്കുലർ വരച്ചു. എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് ഈ ഫിഗർ കിട്ടുന്നത്. ഓക്കെ, നമ്മൾ 6 സ്പെസിഫിക്കേഷൻസ് അല്ല 6 വ്യത്യസ്ത രീതിയിലുള്ള ക്വാഡ്രാന്റൽ സ്റ്റെപ്പ് വരച്ചു. അതായത് റെക്ടാംഗിൾ, സ്ക്വയർ, പാരലോഗ്രാം, റോംബസ്, ട്രപ്പീസിയം ആൻഡ് ഐസോസെലസ് ട്രപ്പീസിയം. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതൊന്നും അല്ലാതെ ജസ്റ്റ് വെറും ഒരു ക്വാഡ്രിലാറ്ററലാണ്. ഇത് ചില സ്പെസിഫിക്കേഷൻസ് ഉള്ള പ്രത്യേക ഗുണങ്ങളുള്ളതിനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന 6 വ്യത്യസ്ത രൂപങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അടുത്തത് നമ്മൾ കാണുന്നത് ഇതൊന്നും ഇല്ലാണ്ട് ചുമ്മാ ജസ്റ്റ് ഒരു ക്വാഡ്രിലാറ്ററലാണ്. 4 സൈഡും 4 ആംഗിളും 4 കോർണേഴ്സും ഉള്ളൊരു ക്വാഡ്രിലാറ്റർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു ക്വാഡ്രിലാറ്ററിന്റെ 4 സൈഡും ഒരു ആംഗിളിൽ തന്നാൽ എങ്ങനെ ക്വാഡ്രിലാറ്റർ വരയ്ക്കാം. നെക്സ്റ്റ് ഫിഗർ നോക്കുക. ഈ ഫിഗർ എങ്ങനെ വരയ്ക്കണം നോക്കാം. ഇവിടെ 4 സൈഡ് തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിന് ഫസ്റ്റ് നമ്മൾ ആ ബേസ് ആയിട്ട് ആ 6 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. ദെൻ 70 ഡിഗ്രി ആംഗിളിൽ 5 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. 5 സെന്റിമീറ്റർ ഫസ്റ്റ് 6 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. 70 ഡിഗ്രി ആംഗിളിൽ 5 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. ദെൻ ഈ താഴത്തെ ലൈനിന്റെ റൈറ്റ് എൻഡ് പോയിന്റിൽ നിന്ന് 3 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് വരച്ചു. ഇവിടുത്തെ എൻഡ് പോയിന്റിൽ നിന്ന് 4 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് വരച്ചു. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. നെക്സ്റ്റ് ഈ 70 ഡിഗ്രി ആംഗിളിന് പകരം 50 ഡിഗ്രി ആംഗിൾ ആയിരുന്നു വെച്ചു. അങ്ങനെ ഫസ്റ്റ് എന്ത് ചെയ്തു? 6 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. 50 ഡിഗ്രി ആംഗിൾ 5 സെന്റിമീറ്റർ 50 ഡിഗ്രി ആംഗിൾ 5 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. ദെൻ ഇവിടെയും അടുത്തത് ചെയ്യാൻ പോണ എന്താണ്? ഇവിടെയും 3 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് വരച്ചു. ഇവിടുന്ന് 4 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് 6, 4 ഇങ്ങനെയുള്ള ഒരു റെക്ടാംഗിൾ അല്ല ഒരു ക്വാഡ്രിലാറ്റർ കിട്ടും. അപ്പൊ എന്ത് ചെയ്താൽ മതി? 4 സൈഡും ഒരു ആംഗിളിൽ നിന്ന് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഒരു സൈഡ്, അതായത് ആംഗിൾ തമ്മിൽ തരുന്ന ഒരു സൈഡ് ആദ്യം ആംഗിൾ തന്നിരിക്കുന്ന ഒരു സൈഡ് വരയ്ക്കാം. എന്ത് ചെയ്യുന്നതിന്റെ ഫസ്റ്റിലെ ലെഫ്റ്റ് സൈഡിൽ ആംഗിൾ ഉള്ള സൈഡ് വരച്ചു. ദെൻ ബാക്കി 2 ആർക്ക് വരച്ച് അടുത്ത ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടെത്തി സൈഡ് വരച്ചു. ഇനി അതിന് പകരം 4 സൈഡും ഒരു ഡയഗണലും തന്നാൽ എങ്ങനെയാ നോക്കാം. ഈ തന്നിരിക്കുന്ന ഫിഗർ വരയ്ക്കാൻ നോക്കുക. ഫസ്റ്റ് അതിനെ നമ്മൾ ഡയഗണൽ ചെയ്യുമ്പോൾ 2 ട്രയാങ്കിൾ ആയിട്ട് മാറും. ആ 2 ട്രയാങ്കിൾ വരച്ച് ചേർത്താണ് നമ്മൾ ഈ തന്നിരിക്കുന്ന ഫിഗർ നോക്കി. ഇവിടെ ഒരു ക്വാഡ്രാറ്ററിനകത്ത് ഒരു ഡയഗണൽ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ, അതായത് ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 സൈഡും ഒരു ഡയഗണലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കേണ്ട ഫസ്റ്റ് എന്ത് ചെയ്തു? 6 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. നോക്കുക, ഇനി അടുത്ത ഡയഗണലും അടുത്ത സൈഡ് നോക്കുക. 5 സെന്റിമീറ്റർ ആണ് ഒരു ഡയഗണലിൽ, അടുത്ത സൈഡ് 3 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ 5 സെന്റിമീറ്റർ ഒരു ആർക്ക് വരച്ചു. ദെൻ ലെഫ്റ്റ് സൈഡിൽ 3 സെന്റിമീറ്റർ ഒരു ആർക്ക് വരച്ചു. അത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ വരച്ചു. ദെൻ അടുത്തതായിട്ട് 2 സെന്റിമീറ്റർ ഒരു ആർക്ക് വരച്ചു. 4 സെന്റിമീറ്റർ ആർക്ക് ഇവിടെ നിന്ന് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ചേർത്ത് വരച്ചു. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക്
ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. അതായത് ഫസ്റ്റ് 6 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു, 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും വരുന്ന ഒരു ആർക്ക് വരച്ചു, ദെൻ ഇവിടുന്ന് 2 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും വരുന്ന ആർക്ക് വരച്ചു. തന്നിരിക്കുന്ന പോലത്തെ ക്വാഡ്രിലാറ്ററൽ കിട്ടി. നോക്കുക, നെക്സ്റ്റ് 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നോക്കുക, അവിടെ 3 സൈഡും 2 ആംഗിൾ തന്നിട്ടുണ്ട്. നോക്കുക, അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് 5 സെന്റിമീറ്റർ ലെങ്തുള്ള ലൈൻ വരച്ചു, ദെൻ 80 ഡിഗ്രി ആംഗിളിൽ 3 സെന്റിമീറ്റർ ലെങ്തുള്ള ലൈൻ വരച്ചു. 80 ഡിഗ്രി ആംഗിൾ വരച്ചു, 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഓക്കെ, 3 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരച്ചു. ദെൻ 120 ഡിഗ്രി ആംഗിൾ, ഈ സൈഡുമായിട്ട് 120 ഡിഗ്രി ആംഗിൾ 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇവിടെ കൃത്യം 4 മാർക്ക് ചെയ്തു. ഡി എൻഡ് പോയിന്റിൽ നിന്ന് താഴത്തോട്ട് വരും. അപ്പോൾ എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഉള്ള ഫിഗർ കിട്ടി. അടുത്ത നോക്കുക, 3 ആംഗിളും 2 സൈഡ് വന്നേക്കാം. അത് വരയ്ക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് 5 സെന്റിമീറ്റർ ലെങ്തുള്ള ലൈൻ വരച്ചു. ലെഫ്റ്റ് എൻഡിൽ 60 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരച്ചു. ഓക്കെ, നോക്കുക, അവിടെ എത്ര സെന്റിമീറ്റർ കൃത്യം തന്നിട്ടുണ്ട്. 60 ഡിഗ്രി ആംഗിളിൽ 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ബാക്കി വായിച്ചോളൂ. നെക്സ്റ്റ് റൈറ്റ് എൻഡിൽ 80 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരച്ചു. 80 ഡിഗ്രി ആംഗിൾ ലൈൻ വരച്ചു. ഇനി ലെഫ്റ്റ് എൻഡിൽ ഇതിന്റെ ടോപ്പിൽ എത്ര ഡിഗ്രി തന്നിട്ടുണ്ട്? 100 ഡിഗ്രി ആംഗിളിൽ അടുത്തൊരു ലൈൻ വരച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ബാക്കി ഭാഗം വായിച്ചു. അപ്പൊ ഇവിടെ 100 ഡിഗ്രി, ഇവിടെ 80 ഡിഗ്രി. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് അടുത്ത ഫിഗർ കിട്ടി. ദെൻ ലാസ്റ്റ് ഫിഗർ നോക്കുമ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 3 സൈഡും 2 ഡയഗണൽ തന്നേക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് 7 സെന്റിമീറ്റർ സൈഡുള്ള ആ സൈഡ് വരച്ചു. 7 സെന്റിമീറ്റർ ലെങ്തുള്ള സൈഡ് വരച്ചു. ദെൻ തന്നിരിക്കുന്നതിന്റെ ഒരു ഡയഗണലും ഒരു സൈഡും വരയ്ക്കാൻ പോകും. അപ്പം 8 സെന്റിമീറ്റർ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4 സെന്റിമീറ്റർ ഒരു ആർക്ക് വരച്ചു. റൈറ്റ് സൈഡിൽ നിന്ന് 8 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് വരച്ചു. ഈ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ഫസ്റ്റ് 7 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരച്ചു, 4 സെന്റിമീറ്റർ ആർക്ക് വരച്ചു, 8 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് വരച്ചു. ദെൻ അടുത്തത് റൈറ്റ് സൈഡിലോട്ട് ഈ എൻഡ് പോയിന്റിൽ നിന്ന് നോക്കുക, ഈ എൻഡ് പോയിന്റിൽ നിന്ന് 5 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് വരച്ചു. ഈ എൻഡ് പോയിന്റിൽ നിന്ന് 6 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് വരച്ചു. ഇതിന് എന്ത് ചെയ്തു? അത് തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? അപ്പം മൂന്നാമത്തെ, അതായത് ക്വാഡ്രിലാറ്ററൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, അതായത് ഇവിടെ എന്താണ് ചെയ്തത്? ഫസ്റ്റ് ബേസ് വരച്ചു, ഒരു ഡയഗണലും ഒരു സൈഡും വരച്ചു. ദെൻ അതുമായിട്ട് വരുന്ന അടുത്ത ഡയഗണലും ഇപ്പൊ വരച്ച ലൈനുമായിട്ട് വരുന്ന അടുത്ത സൈഡ് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ക്വാഡ്രിലാറ്ററൽ. നോക്കുക, ഇവിടെ 3 എക്സാമ്പിൾസ്, ഓരോന്നിനും ഓരോ എക്സാമ്പിൾ തന്നിട്ടുള്ളൂ. അതായത് ഫസ്റ്റ് കേസിൽ എന്താണ്? 4 സൈഡും ഒരു ആംഗിളിൽ നിന്നാൽ എങ്ങനെ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം? 4 സൈഡും ഒരു ആംഗിളിൽ നിന്നാൽ. രണ്ടാമത്തെ കേസ് 4 സൈഡും ഒരു ഡയഗണലിൽ തന്നാൽ എങ്ങനെ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം? മൂന്നാമത്തെ കേസ് 3 സൈഡും 2 ആംഗിളിൽ തന്നാൽ എങ്ങനെ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം? നാലാമത്തെ കേസ് 2 സൈഡും 3 ആംഗിളിൽ നിന്നാൽ എങ്ങനെ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം? ലാസ്റ്റ് വൺ 3 സൈഡും 2 ഡയഗണലിൽ നിന്നാൽ എങ്ങനെ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം? ഈ 5 കേസസിലും ഓരോ എക്സാമ്പിൾസ് വീതമാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. നോക്കുക, അപ്പൊ ഈ ഓരോ എക്സാമ്പിൾ നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.